ഹായ് നമസ്കാരം, ഞാൻ ഷെഫ് ലത. ഗോൾഡ് വിന്നർ ഹൃദ്യ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ബട്ടൂരയാണ്. ബട്ടൂര എങ്ങനെയാണ് ബട്ടൂര ഉണ്ടാക്കുക, അതിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ബട്ടൂര എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മാത്രമല്ല, അവർക്ക് മാത്രം ചെയ്യാവുന്ന, ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സാധനമാണെന്നാണ് നമ്മുടെ വിചാരം. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. നമ്മളിന്ന് ബട്ടൂര ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മൈദ ആവശ്യമുണ്ട്, കുറച്ച് തൈര് ആവശ്യമുണ്ട്, സോൾട്ട് നമുക്ക് ആവശ്യത്തിന്, ഷുഗർ ആവശ്യമുണ്ട്, പിന്നെ റവ, പിന്നെ മിൽക്ക്. കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. വെള്ളത്തിൻ്റെ ആവശ്യമില്ല ശരിക്കും. ബട്ടൂര കുഴയ്ക്കുമ്പം മിൽക്കും കേടും മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ബട്ടൂര ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഉപയോഗിക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. ഈ റൈസിൻ ബ്രാൻഡിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം റൈസിൻ്റെ ബ്രാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് തവിട്, മലയാളത്തിൽ പറഞ്ഞാൽ തവിടിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. തവിട് നമ്മൾ ശരിക്കും അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ചെറിയ കുട്ടികൾക്കുണ്ടാവുന്ന വയറിനുണ്ടാവുന്ന അസുഖങ്ങൾക്ക് അന്ന് തവിട് കുറുക്കി കൊടുക്കുമായിരുന്നു. പിന്നെ പ്രായമുള്ള ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുന്ന അവസരത്തിൽ, കുട്ടികൾക്കും പ്രായമുള്ളവർക്ക് എപ്പോഴും ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ളപ്പോൾ ഈ തവിട് ജാഗരി ചേർത്തിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പം നമ്മളുടെ പുതിയ ജനറേഷൻ പുതിയൊരു ഓയിൽ കണ്ടുപിടിച്ചു, ഈ റൈസ് ബ്രാൻ ഓയിൽ. ഈ ഓയിലിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ക്യാൻസർ സെല്ലിനെ കില്ല് ചെയ്യാനുള്ള ശക്തിയുണ്ട്. പിന്നെ അത്ലറ്റിക്സ് അവരുടെ ഡയറ്റ് ഫുഡിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബട്ടൂരയ്ക്ക് വേണ്ട മൈദ കുഴച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് മൈദ എടുത്തു. നമ്മളൊരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ തൈര്, 1 സ്പൂൺ റവ, പിന്നെ സാൾട്ട് നമുക്ക് ആവശ്യത്തിന് സാൾട്ട് എടുത്താൽ മതി. കുറച്ച് ഷുഗർ നമുക്ക് കുറച്ച് മതി, ഒരു സ്പൂൺ ഷുഗർ മതി. നമുക്ക് കുഴയ്ക്കാൻ ആവശ്യമായ മിൽക്കാണ്. ഇനി നമുക്ക് ഇത് കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നന്നായിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വേണം ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ചില ആളുകൾ ഇതിൽ ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കണം. ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കേട് ഉപയോഗിച്ചാൽ തന്നെ വളരെ നല്ല ബഫായിട്ടുള്ള ബട്ടൂര നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം അത് നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ നനച്ച് വേണം കുഴയ്ക്കാൻ. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊങ്ങി വരില്ല. നമ്മളിങ്ങനെ കുഴച്ച് കഴിഞ്ഞിട്ടൊന്നിങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇതിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വന്നാൽ ഇങ്ങനെ കുത്തി നോക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കാം. അപ്പോൾ നമ്മളുടെ ബോളും നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത്തിരി നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റൈസ് ബ്രാൻഡ് ഓയിൽ, ഇത് കൊളസ്ട്രോൾ ഫ്രീ ആണ്. നമ്മൾ കുറച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമാണ് ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ ഇരിക്കണം മാവ്. അപ്പം ചിലപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ അകത്തേക്ക് പോവില്ല. അപ്പോൾ ഈ ഡ്രൈ ആവാതെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട്, ഇപ്പോൾ ഇതാ ഓയിലും കൂടെ ഒഴിച്ച സമയത്ത് നല്ല സോഫ്റ്റായി. ഇനി നമുക്കിത് ചുടുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് മാവ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാവിനെ ഉരുളയാക്കിയിട്ട്, അപ്പോൾ നമുക്കിവിടെ ഓയിൽ ഒഴിക്കണം. ഓയിൽ ചൂടായിട്ടാണ് നമ്മൾ ഇതിടുക. ഈ റൈസ് ബ്രാൻഡ് ഓയിലിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ്, പിന്നെ സ്കിന്നിന് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ചെറിയ ഉരുളകളായിട്ട് നമ്മൾ ഇത് ഉരുട്ടിയെടുക്കുക. ഇതേപോലുള്ള ഉരുളകളായിട്ട് നമ്മളിങ്ങനെ നമുക്ക് മുങ്ങാൻ വേണ്ട ഓയിൽ ഒഴിക്കണം കേട്ടോ. ഇത് ഫ്രൈ ആയി വരണമെങ്കിൽ നമുക്ക് നന്നായിട്ടിത് മുങ്ങാൻ വേണ്ട ഓയിൽ വേണം നമ്മൾ ഇതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്ന് വിചാരിച്ച് ഈ ഓയിൽ അധികം ബാണായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ചില സമയത്ത് പറയും വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് ബേണാവും. പക്ഷെ ആ ഒരു പ്രശ്നം ഇതിന് വരാറില്ല, കാരണം ഇതങ്ങനെ ബേണായി പോവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്താൽ ഈ ഓയിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഓയിൽ ചൂടാവാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഓയിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ ഓയിലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഓയിലാണ്. കാരണം ഇത് ഫാറ്റ് ഫ്രീ ആണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇത് ഓയിൽ ഫ്രൈ ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ച് ഓയിൽ ഇതിൽ കുടിക്കുന്നുള്ളൂ, അബ്സോർവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറ്റ് കീപ്പ് ചെയ്യുന്ന ആർക്കും ഇത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു സലാഡ് ഓയിലായിട്ട് വളരെ ടേസ്റ്റിയാണ് സലാഡ് ഓയിലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഒരെണ്ണം ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചത്. ഇത് നമുക്ക് നമ്മളെ ബട്ടൂരത ഫ്രൈ ആയി ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമ്മളൊന്ന് മെല്ലെ ഒന്ന് തട്ടി കൊടുക്കണം. നല്ല ഗോൾഡൻ കളറായി. നെക്സ്റ്റ് ഇതും കൂടി നമുക്കിടാം. നല്ലതായിട്ടും ഇതിൻ്റെ മുകളിൽ ഓയിൽ ഒട്ടും പിടിച്ചിട്ടില്ല. ഓയിൽ ഇതിൽ തീരെ പിടിച്ചിട്ടില്ല, കാരണം സാധാരണഗതിയിൽ നിറയെ ഓയിൽ പിടിക്കുന്നതാണ്, ഇതിൽ തീരെ ഓയിൽ പിടിച്ചിട്ടില്ല. ഇതും കൂടെ ഞാൻ ഇതിലിട്ടിട്ട് ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഭക്ഷണ സാധനത്തിലേക്ക് ഓയിൽ ഒരുപാട് അബ്സോർവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ അത് ഹെൽത്തി അല്ലാത്ത ഫുഡായി മാറുന്നത്. നമുക്ക് ആവശ്യമുള്ള ഓയിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളൂ. ഇത് നല്ല ഇത്രയും നല്ലതായിട്ടും ഇതിൻ്റെ മുകളിൽ ഓയിൽ ഒട്ടും പിടിച്ചിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് ഗുഡ്, ഹെൽത്തിന് വളരെ നല്ല ഒരു ഓയിലും കൂടിയാണത്. അതുകൊണ്ട് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. അപ്പം നമ്മുടെ ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേൾഡ് വിന്നർ ഹൃദയം പാചകത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഒരു സൂപ്പർ ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.